ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി ഡൊണാൾഡ് ട്രംപ്, ഏറ്റവും സമ്പത്തുള്ള വ്യക്തികളിൽ ഒരാൾ എലോൺ മസ്ക് വിചാരിച്ചിട്ടും തടയാൻ കഴിയാത്ത മംദാനി ന്യൂയോർക്ക് മേയറായി. മംദാനി ഹിന്ദു മുസ്ലിം ദമ്പതികളുടെ മകനാണ്. കയ്യിൽ ചരട് കെട്ടുന്നവനാണ്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കയ്യിൽ ചരട് കെട്ടുന്നവനാണ്. അച്ഛന്റെ മതത്തിൽ മുസ്ലിമാണ്. ജൂതന്മാരുടെ സഹോദരനാണ്. ലോകത്ത് ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് ന്യൂയോർക്കിലാണ്. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പേരെടുത്ത് ജൂതന്മാർ മംദാനിക്ക് വോട്ട് ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മംദാനിയുടെ പേര് മോശമായി വിളിച്ച് മംദാനിയെ അധിക്ഷേപിച്ച് ഇലോൺ മസ്ക് അടക്കം മംദാനിക്കെതിരെ വന്നിട്ടുണ്ട്. പക്ഷേ മംദാനിയുടെ വിജയം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ വിജയമാണ്, ബഹുസ്വരതയുടെ വിജയമാണ്. മംദാനി ഈ ഷെയർഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. മംദാനിയുടെ അച്ഛൻ മുസ്ലിമാണ്, അമ്മ മീര നയ്യാർ ഇന്ത്യയിലെ വളരെ പ്രമുഖയായ ഒരു ഡോക്യുമെന്ററി സിനിമാ നിർമ്മാതാവൊക്കെയാണ്. മംദാനി വ്യത്യസ്ത രാജ്യങ്ങളിൽ ജനിച്ചു വളർന്നു, വ്യത്യസ്ത രാജ്യങ്ങളിൽ പഠിച്ചു. അമേരിക്കൻ ഡ്രീമിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നാണ് മംദാനി അതിശക്തമായ രീതിയിൽ പാലസ്തീനും ഗസയ്ക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അതോടൊപ്പം അവിടുത്തെ ജൂത സഹോദരന്മാർ, പ്രത്യേകിച്ച് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത്, ആ ജൂത സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിയും അവരുടെ എല്ലാ നന്മയ്ക്കും കൂടെ നിൽക്കുന്ന ആളുമൊക്കെയാണ്. അവിടെ വ്യത്യസ്ത അമ്പലങ്ങളിലും ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലും ഒക്കെ പോകുന്ന വ്യക്തിയാണ്. ഇതുപോലത്തുള്ള ആൾക്കാർ, ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. സാധാരണ ജനങ്ങളുടെ നന്മ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സോഷ്യലിസ്റ്റ് പോളിസീസ്, താൻ സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറയാൻ മടി കാണിക്കാത്ത ഒരാളാണ് മംദാനി. അതായത് ഇന്ത്യയിലെ പ്രധാന പാർട്ടികൾ, ഇന്ന് സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് പല ആൾക്കാർ യൂസ് ചെയ്യാറില്ല. നിങ്ങൾ പലർക്കും അറിയുമ്പം കൗതുകം തോന്നും. ഇന്ത്യയിലെ പ്രധാന പാർട്ടികളെല്ലാം, അതായത് കോൺഗ്രസും BJPയും എല്ലാം ഗാന്ധിയൻ സോഷ്യലിസം ഔദ്യോഗികമായി സ്വീകരിക്കുന്ന പാർട്ടികളാണ്. BJPയുടെ പോലും ഫൗണ്ടിങ് ഫിലോസഫി അഥവാ BJPയുടെ അടിസ്ഥാനപരമായ ദർശനങ്ങളിലൊന്ന് ഗാന്ധിയൻ സോഷ്യലിസമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് വേണം, എല്ലാവർക്കും എന്തെങ്കിലും കിട്ടണം. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ റോഡ് ഉണ്ടാക്കാനും പോലീസും മാത്രമല്ല, നയങ്ങളിലൂടെ, നിലപാടുകളിലൂടെ, പ്രത്യയശാസ്ത്രത്തിലൂടെ ജനങ്ങൾക്ക് നന്മയുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൊടുക്കണം. ഇതൊക്കെയാണ് സോഷ്യലിസം എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് ഹാർഡ് കോർ കമ്മ്യൂണിസം അല്ല, ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്നോ ഗാന്ധിയൻ സോഷ്യലിസം എന്നോ വിളിക്കുന്ന കാര്യം. ആ സോഷ്യലിസത്തിലാണ് യഥാർത്ഥത്തിൽ, ആ പ്ലാങ്കിലാണ് ബേണി സാൻഡേഴ്സിന് ശേഷം, അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായി മംദാനി വിജയിച്ചു കയറുന്നത്. മംദാനിക്ക് ഏകദേശം ഒരു ആം ആദ്മി പാർട്ടിയൊക്കെ ചെയ്തതുപോലത്തുള്ള സാമ്പത്തിക നയങ്ങളാണെന്ന് വേണമെങ്കിൽ ബ്രോഡ്ലി പറയാം. പക്ഷേ കുറച്ചുകൂടെ സ്പെസിഫിക് ആണ് മംദാനി. ആ അർത്ഥത്തിൽ മംദാനിയുടെ വിജയം അമേരിക്കയിലെ ഈ തീവ്ര വലതുപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂയോർക്ക് ഭരിക്കാൻ ഒരു മുസ്ലിം മേയർ, ഒരു ഹിന്ദു മുസ്ലിം കപ്പിളിന്റെ മകൻ, പോസിറ്റീവ്, എല്ലാവരോടും ഇടകലർന്ന് നിൽക്കുന്ന വ്യക്തി, കയ്യിൽ ചരട് കെട്ടുന്ന വ്യക്തി, ക്രിസ്ത്യൻ പള്ളിയിലേക്കും മുസ്ലിം പള്ളിയിലേക്കും ഹിന്ദു അമ്പലങ്ങളിലേക്കും ജൂയിഷ് സിനഗോഗുകളിലേക്കും സന്തോഷത്തോടെ പോകുന്ന ഒരു വ്യക്തി, നമ്മുടെ ബഹുസ്വരതയുടെയും അല്ലെങ്കിൽ ലോകം മുമ്പോട്ട് വെക്കുന്ന ബഹുസ്വരതയുടെയും മറ്റും വലിയൊരു ചാമ്പ്യനാണ് മംദാനി. ആ അർത്ഥത്തിൽ മംദാനിയുടെ വിജയം പാർട്ടികൾക്കപ്പുറം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതായത് അമേരിക്കയിലെ, ഞാനൊരു റൈറ്റ് ലീനിങ് വ്യക്തിയാണ്, അതുകൊണ്ട് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പോളിസീസിനോടാണ് എനിക്ക് കുറെ കൂടി ഇഷ്ടം, ട്രംപിനോടല്ല. ട്രംപ് എന്ന വ്യക്തി മോശമാണ്. അതായത് ട്രംപ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം ട്രംപ് അല്ലാത്ത നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ധാരാളം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആൾക്കാരും. ട്രംപ് അങ്ങനെയല്ല. ട്രംപ് ഒരു ഇറാറ്റിക്കായി സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം ചെയ്യുന്ന ആളാണ്. അതായത് അമേരിക്കയിലെ വലതുപക്ഷ ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തെ പേടിപ്പിച്ച്, അതായത് നിങ്ങൾ ഇല്ലാതായി പോകുന്നൊക്കെ പേടിപ്പിച്ച്, നമ്മുടെ നാട്ടിൽ ഹിന്ദു ഖത്രേമേ എന്ന് പറയുന്നത് പോലെ അവിടെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ ഖത്രേമേ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഭരണത്തിലെത്തുന്ന ഒരു വ്യക്തിയാണ്. ട്രംപിന് അങ്ങനെ നയങ്ങളോ നിലപാടുകളോ ഒന്നുമല്ല. ട്രംപിന് കുറെ പോസിറ്റീവ്സ് ഉണ്ട്. ട്രംപ് ഒരു ഡീൽ മേക്കറാണ്. പല ഡീലുകളും വിജയിക്കുന്നില്ലെങ്കിലും ഒരു ഡീൽ മേക്കറാണ്. അങ്ങനെ ട്രംപിന് പോസിറ്റീവ്സ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണല്ലോ അമേരിക്കൻ ജനത അദ്ദേഹത്തെ ആദ്യം തെരഞ്ഞെടുത്തു, അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുത്തു. ട്രംപ് ഒരുപാട് കള്ളം പറയുന്ന മനുഷ്യരുമാണ്. അതായത് ഒരു മടിയുമില്ലാതെ വ്യാജമായ കണക്കുകൾ പറയും. ട്രംപിന്റെ കള്ളങ്ങൾ ഇപ്പൊ ആൾക്കാർ വാർത്ത പോലും ആക്കാതെയായി. മറ്റേതൊരു പ്രസിഡന്റ് കള്ളം പറയുകയാണെങ്കിൽ അത് വലിയ വാർത്തയാക്കുമല്ലോ. ട്രംപിന്റെ കള്ളങ്ങൾ അവിടുത്തെ മാധ്യമങ്ങൾ വാർത്ത പോലും ആക്കാത്തത് അത്രയധികം കള്ളം പറയുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ട്രംപിന് ഒരു വെല്ലുവിളിയായിട്ട് ഒരു ലെഫ്റ്റ് ഓഫ് ദി സെന്റർ സ്പെക്ട്രത്തിൽ നിന്നാണ് മംദാനി ഉയർന്നു വരുന്നത്. ആ മംദാനി ഈ ഷെയർഡ് ആയിട്ടുള്ള, ബഹുസ്വരമായിട്ടുള്ള, മതസൗഹാർദ്ദമായിട്ടുള്ള വ്യത്യസ്തതകളെ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചർ
ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് മംദാനി ന്യൂയോർക്ക് മേയറായി വിജയിക്കുന്നത് ലോകത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഐക്യം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ്. മംദാനിയുടെ വിജയം അമേരിക്കയിൽ ഒരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റുണ്ടാക്കട്ടെ. അമേരിക്കയ്ക്കും ബാലൻസ് ആവശ്യമാണ്. ഈ എക്സ്ട്രീം റൈറ്റ് വിങ് റിപ്പബ്ലിക്കൻകാർ പോലും അംഗീകരിക്കാത്ത തീവ്ര വലതുപക്ഷ നിലപാടുകൾ പലപ്പോഴും ട്രംപിനുണ്ട്. അപ്പോൾ ഒരു ബാലൻസ് ആയിട്ട് സെന്റർ കണ്ടുപിടിക്കാൻ അമേരിക്കൻ ജനത മുമ്പോട്ട് വരട്ടെ. എല്ലാവിധ ആശംസയും ന്യൂയോർക്കിന്റെ പുതിയ മേയർ മംദാനിക്ക്.